ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഇന്നാണ് രജിസ്ട്രേഷൻ. രാവിലെ മുതൽ ശ്യാമയെ കാണാനില്ല. എല്ലാവരും ടെൻഷനിലാണ്. വരുണും രാധികയും വീടാകെ പരിശോധിക്കുന്നുണ്ട്. കരച്ചിലോട് കരച്ചിലാണ് രാധിക. പോലീസ് ബാക്കിയുള്ള സ്ഥലമെല്ലാം അന്വേഷിക്കുന്നു. പിന്നെ ACPയെ വിളിച്ചു പറഞ്ഞിരിക്കുകയാണ് വരുൺ. എന്നാൽ രജിസ്ട്രേഷന് പോകാൻ റെഡിയായിട്ട് നിൽക്കുകയായിരുന്നു പരമേശ്വരനും ബാക്കിയുള്ളവരും. അങ്ങനെ ഇറങ്ങാൻ തുടങ്ങിയപ്പോഴാണ് സൂര്യ ഒരുങ്ങി വന്നിരിക്കുന്നത്. സൂര്യയെ വരുൺ വിളിക്കുന്നു. ശ്യാമയെ കാണാനില്ല എന്നുള്ള കാര്യം അവരെ അറിയിക്കുന്നുണ്ട്. ഇത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് രണ്ടുപേരും. എന്നാൽ ഈ അവസരത്തിലും അവരെ പരിഹസിക്കുകയാണ് ഉർവശിയും കൽപ്പനയും. പരാജയം പൂർണ്ണമാവുകയാണല്ലോ. കണിമംഗലം പരമേശ്വരൻ ഒരു കാരണവശാലും തല ഉയർത്തി കാണിക്കരുത് എന്ന് ദൈവം തീരുമാനിച്ചതുപോലെയല്ലേ എന്നൊക്കെ വളരെ സങ്കടത്തോടെ പരമേശ്വരൻ പത്മിനിയോട് പറയുന്നു. സൂര്യ പെട്ടെന്ന് അവിടേക്ക് പോയിരിക്കുകയാണ്. എല്ലാം തീർന്നു പത്മിനി, എല്ലാം തീർന്നു എന്നൊക്കെ പറഞ്ഞ് ആകെ തകർന്നിരിക്കുകയാണ് പരമേശ്വരൻ. ഉർവശി കൽപ്പനയോട് പറയുന്നു, ഇങ്ങനൊരു ഘട്ടത്തിൽ ശ്യാമമ്മയുടെ കാണാനില്ല എന്ന് പറയുന്നത് നിസ്സാരമല്ല. ഇനിയിപ്പോൾ ചെറിയച്ഛനായിരിക്കോ? സ്വന്തം നേട്ടത്തിന് വേണ്ടി ചെറിയച്ഛൻ എന്തും ചെയ്യും, അതൊക്കെ എനിക്കറിയാം. ശ്യാമ മേഡത്തിൻ്റെ സമ്പത്ത് രാധികയിലേക്ക് വന്നാൽ ഇത് നടക്കില്ല. അതുകൊണ്ട് എന്തായാലും ശ്യാമ ഇല്ലാതാക്കാൻ ചെറിയച്ഛൻ തന്നെ എന്തെങ്കിലും ചെയ്തതായിരിക്കുമെന്ന് ഉർവശി. ഈ സമയം ചെറിയച്ഛൻ വിളിക്കുകയാണ്. ഗായിക ശ്യാമയെ കാണാനില്ല, നിങ്ങൾ അറിഞ്ഞോ എന്ന് ശേഖർ ചോദിക്കുന്നുണ്ട്. അറിഞ്ഞു, കുറച്ച് മുന്നെയാണ് അറിഞ്ഞത്. ഞാനും കൽപ്പനയും അതിനെപ്പറ്റി സംസാരിക്കാമായിരുന്നോ എന്നൊക്കെ കൽപ്പന പറയുന്നുണ്ട്. ഉർവശി പറയുന്നുണ്ട് ശേഖറിനോട്. ചന്ദ്രേട്ടൻ അവരെന്തെങ്കിലും ചെയ്തോ എന്ന് ചോദിക്കുന്നു. ശ്യാമയെ ഞാൻ എന്ത് ചെയ്യാനെന്ന് ശേഖർ. അല്ല ചന്ദ്രേട്ട, ചന്ദ്രേട്ടൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും എന്നൊക്കെ പറയുന്നു. ശ്യാമ അങ്ങനെയൊരു സഹായ വാഗ്ദാനവുമായിട്ട് മുന്നോട്ട് വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പക്ഷേ നമ്മളേക്ക് തോൽപ്പിച്ച് ശ്യാമ മുന്നോട്ടേക്ക് വന്നു. പകരം മറ്റാരോ ശ്യാമയെ തോൽപ്പിച്ചു, അത്രയേ ഉള്ളൂ. ശ്യാമയ്ക്ക് ശത്രുക്കൾ ഒരുപാടുണ്ട്. ശ്യാമയുടെ ഇൻ്റർവ്യൂവിൽ ശ്യാമ തന്നെ പറഞ്ഞിട്ടുണ്ട്. അവരുടെ ഭർത്താവിനെ കൊന്നതും മകളെ കൊല്ലാൻ ആഗ്രഹിച്ചതും അവരൊക്കെ ഇപ്പോഴും ശ്യാമയുടെ ചുറ്റിലുമില്ലേ? ശ്യാമ രാധികയ്ക്ക് സമ്പത്ത് എഴുതി കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ അവരാരെങ്കിലും ചെയ്തതായിരിക്കും ഇത്. എന്തായാലും അന്വേഷണം നടക്കുമല്ലോ, അതിനുള്ളിൽ കുറ്റവാളിയെ പിടിക്കും. നിങ്ങൾ ഈ വിഷയത്തിൽ ആരോടും ഒരു പ്രതികരണത്തിനും നടക്കണ്ട. അവരതിൻ്റെ വഴിക്ക് നടന്നോട്ടെ. അവരെ ആശ്വസിപ്പിച്ച് കൂടെ നിന്നാൽ മതി തൽക്കാലം എന്നൊക്കെ ശേഖർ പറയുന്നുണ്ട്. ഫോൺ വെച്ചതിന് ശേഷം ഉർവശി കൽപ്പനയോട് പറയുന്നു ചന്ദ്രേട്ടൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന്. പിന്നെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞ കാര്യവും പറയുന്നുണ്ട്. എന്തായാലും അവർ ഇനി ജീവനോടെ ഉണ്ടാവുന്നത് നമുക്കത്ര നല്ലതല്ല. കൊണ്ടുപോയവർക്ക് കൊല്ലാൻ തോന്നിയാൽ മതിയായിരുന്നു. എന്തായാലും രാധികയുടെ അഹങ്കാരം ഇതോടെ തീർന്നല്ലോ എന്നൊക്കെ ഉർവശി കൽപ്പന പറയുന്നു. അവളുടെ സന്തോഷത്തിന് ദിവസങ്ങൾ പോലും കൊടുത്തില്ല ദൈവം എന്നൊക്കെ പറയുന്നു. നമ്മൾ രണ്ടുപേരും ഈ കാര്യത്തിൽ ഒരു അഭിപ്രായ പ്രകടനവും നടത്തണ്ട. നമ്മൾ ആഗ്രഹിക്കുന്നത് ചന്ദ്രേട്ടൻ നമുക്ക് നേടിത്തരും എന്ന് ഉർവശി പറയുന്നു. ഈ സമയം രാധികയും വരുണിനെയും കാണിക്കുന്നു. രാധിക കരഞ്ഞു തളർന്നിരിക്കുന്നുണ്ട്. വരുൺ സമാധാനിപ്പിക്കുന്നുണ്ട്. ഡ്യൂട്ടിക്ക് നിയമിച്ച ആ 2 പോലീസുകാരെയും വഴക്ക് പറയുകയാണ് CI. രാത്രിയാണെങ്കിൽ അവർ ഉറങ്ങിയിട്ട് പോലുമില്ല. എന്നിട്ട് പോലും ശ്യാമയെ കാണുന്നില്ല. CCTV വർക്കാവുന്നില്ലായിരുന്നു. മിക്കവാറും ശ്യാമയെ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയതായിരിക്കുമെന്ന് പോലീസ് പറയുന്നു. ഇത് രാധിക കേട്ടുകൊണ്ട് വരികയും രാധിക വീണ്ടും ടെൻഷനോടെ നിൽക്കുകയും ചെയ്യുന്നു. എങ്ങനെയായാലും ഞങ്ങൾ ശ്യാമയെ കണ്ടെത്തിക്കൊണ്ടുവരും എന്നൊക്കെ പോലീസുകാർ അവർക്ക് വാക്ക് കൊടുക്കുന്നുണ്ട്. നമ്മളെല്ലാവരും ചുറ്റിലുമുണ്ടായിരുന്നതല്ലേ, എന്നിട്ട് നമ്മളെല്ലാവരും അറിയാതെ എങ്ങനെയാണ് എന്നൊക്കെ രാധിക വരുണിനോട് ചോദിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് പ്രിയങ്കയും സുകുമാരിയും. ഒരു പ്ലേറ്റ് എടുത്ത് ഒരു സ്പൂൺ എടുത്ത് അതിൽ കൊട്ടി വിളംബരം പോലെ ചെണ്ട പോലെ കൊട്ടുകയാണ് പ്രിയങ്ക അവിടെ കിടന്ന്. അവിടേക്ക് ചെവി പൊത്തി വന്നിരിക്കുകയാണ് യശോദ. പിന്നെ തന്ത്രിയും വരുന്നു. പണ്ടൊക്കെ വിളംബരം ചെയ്യണമെങ്കിൽ ചെണ്ട കൊട്ടി വിളംബരം ചെയ്തേനെ, ഇപ്പോൾ ഇങ്ങനെയൊക്കെയല്ലേ പറ്റൂ എന്നൊക്കെ പറയുന്നു. എന്തായാലും ആൾക്കാർ കൂടിയിട്ടുണ്ട്, നീ കാര്യം പറയുന്നു സുകുമാരി പറയുന്നു. പ്രശസ്ത ഗായിക ശ്യാമയെ സ്വന്തം വീട്ടിൽ നിന്നും ഇന്നലെ ആരോ തട്ടിക്കൊണ്ടുപോയി. ഇത് കേട്ട് ഞെട്ടലോട് നിൽക്കുകയാണ് തന്ത്രിയും യശോദയും. എന്താ പറഞ്ഞതെന്ന് ചോദിക്കുന്നു. അയ്യോ അറിഞ്ഞില്ലേ, ഗായിക ശ്യാമയെ ആരോ തട്ടിക്കൊണ്ടുപോയി. നാട് മുഴുവനും ആ വാർത്തയാണ് ഓടിപ്പാഞ്ഞ് നടക്കുന്നത്. ഇത് വെറുതെ പറയുന്നതാണ് രാധിക മോളോടുള്ള അസൂയ കൊണ്ട് എന്ന് യശോദ. അസൂയോ? പുറത്തിറങ്ങി ചോദിക്കുക, അല്ലെങ്കിൽ മോളെ വിളിച്ച് ചോദിക്കുക, ഇല്ലെങ്കിൽ TV-യിൽ കാണിക്കുമല്ലോ എന്ന് പ്രിയങ്ക. എന്തായിരുന്നു ശ്യാമ മേഡത്തിൻ്റെ ഒരു വരവ്? മാലാഖയല്ലായിരുന്നോ? മകളെ തിരിച്ചറിയുന്നു, ഒന്നിച്ച് പാട്ട് പാടുന്നു, ആറ്റുവശ്ശേരിക്കാരെ മുഴുവനും രക്ഷിക്കാമെന്ന് വാക്ക് കൊടുക്കുന്നു, കണിമംഗലത്തുകാരെ രക്ഷിക്കാമെന്ന് പറയുന്നു, രാധിക ഉയർത്തി സിംഹാസനത്തിൽ വെക്കുന്നു. ഇപ്പോൾ തീർന്നില്ലേ? പോയിരിക്കുന്നത് തനിച്ചല്ല, കൂടെ നടക്കുന്ന മറ്റൊരു ടീമുണ്ട്. നമുക്കിതിൽ എന്താ കാര്യം എന്നൊക്കെ സുകുമാരിയമ്മ പറയുന്നുണ്ട്.
സത്യം പറ, ശ്യാമമ്മയുടെ കാണാറതിന് പിന്നിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് തന്ത്രി. മയക്കുമരുന്ന് മാഫിയുമായി ബന്ധപ്പെട്ട ആൾക്കാരല്ലേ നിങ്ങൾ, അപ്പോൾ നിങ്ങളെ സംശയിക്കാതിരിക്കുന്നത് എങ്ങനെയാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ സംശയമുണ്ടെങ്കിൽ നീ കേസ് കൊടുക്ക്. പോലീസുകാരോട് പറയേണ്ടത് ഞാൻ പോലീസുകാരോട് പറഞ്ഞോളാം. ചിലപ്പോൾ നിന്റെ മോളെയും കൊണ്ട് നടന്നവർ മതിയായി കാണും, അല്ലെങ്കിൽ പണ്ട് ഒരുപാട് ശത്രുക്കൾ ഉണ്ടായിരുന്നില്ലേ, അതിലാരെങ്കിലും കൊന്നു കാണുമെന്ന് പറയുന്നുണ്ട്. ഞങ്ങളെ ആരും സംശയിക്കണ്ട എന്ന് പറഞ്ഞ് സുകുമാരിയും പ്രിയങ്കയും അവിടെ നിന്ന് പോകുന്നു. ആരെങ്കിലും വിളിച്ച് ചോദിക്ക് ദേവേട്ട, ഈ പറഞ്ഞത് സത്യമാണോ എന്ന് യശോദ പറയുന്നു. രാധികയ്ക്കൊരു നല്ല കാലം വന്നാൽ ഇവർ സഹിക്കില്ല, എന്തെങ്കിലും ചെയ്തതായിരിക്കും ഇവർ തന്നെ എന്ന് തന്ത്രി. ഇവരുടെ ആഘോഷം കാണുമ്പോൾ എനിക്ക് സംശയം തോന്നുന്നു. എന്തായാലും ദേവേട്ടൻ ആരെങ്കിലും വിളിച്ച് ചോദിക്കേ എന്ന് യശോദയും പറയുന്നുണ്ട്. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.